Hello, good day all. Hope you all are staying safe and healthy. Today I am going to talk about a short fiction written by Arun Joshi, that is The Homecoming. So shall we move to the author? So Arun Joshi is an Indian writer born in UP. His debut novel was The Foreigner. His other novels are The Strange Case of Billy Whispers, The Apprentice, The Last Labyrinth, and The City and the River. He also published a collection of short stories entitled The Survivor, a selection of stories. Received Sahitya Akademi Award for his novel The Last Labyrinth in 1982. Influenced by Mahatma Gandhi and Bhagavad Gita. Inspired by the writing of Albert Camus and the other proponents of existentialism. So Arun Joshi അദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്ററാണ്. യു പിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ നോവലായിട്ടുള്ള ദ ഫോറിനറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില നോവൽസ് എന്ന് പറഞ്ഞുള്ളത് സ്ട്രേഞ്ച് കേസ് ഓഫ് ബില്ലി വിസ്വാസ്, അപ്രൻറ്റീസ്, ദ ലാസ്റ്റ് ലാബ്രിന്ത് ആൻഡ് ദ സിറ്റി ആൻഡ് ദ റിവർ എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ സർവൈവർ, എ സെലക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പറയുന്നുണ്ട് അദ്ദേഹം മഹാത്മാഗാന്ധിയും അതുപോലെ ഭഗവത്ഗീത അവയെല്ലാം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് ആൽബർട്ട് ക്യാമുവിൻ്റെ അതുപോലെ മറ്റുള്ള എക്സ്റ്റൻഷ്യലിസ്റ്റ് എഴുത്തുകാരുടെയും പല റൈറ്റിങ്സും ജോഷിയെ സ്വാധീനിച്ചിട്ടുണ്ട്. സോ എക്സ്റ്റൻഷ്യലിസം എന്താണെന്ന് നോക്കാം. എ 20th century philosophical movement chiefly in Europe assumes that people are entirely free and thus responsible for what they make themselves. People are free agents who have control over their choices and actions. Society should not restrict an individual's life or actions, and thus these restrictions inhibit free will and the development of that person's potential. In his work, Joshi focused more on individuals' inner world rather than the social political context. സോ എക്സ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞ 20th centuryയിലുള്ള ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്, ചീഫ്ലി ഇൻ യൂറോപ്പ്. ഇതെന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ പീപ്പിൾ ആർ എൻറ്റയർലി ഫ്രീ, എല്ലാ മനുഷ്യരും ഫ്രീ ആണ്. അതുപോലെ തന്നെ അവരാണ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ദേ മേക്ക് ദംസെൽഫ്. അവരെന്താ ചെയ്യുന്നത് അതിനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ അത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതുപോലെ പറയുന്നുണ്ട് പീപ്പിൾ ആർ ഫ്രീ ഏജൻസ് ഹു ഹാവ് കൺട്രോൾ ഓവർ ദേ ചോയ്സസ് ആൻഡ് ആക്ഷൻസ്. അപ്പോൾ മനുഷ്യരെന്ന് പറയുന്നത് ഫ്രീ ആണ്, അവർക്ക് അവരുടേതായ ചോയ്സസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും ഓരോന്ന് ചെയ്യാനുള്ള ചോയ്സസ് അവർക്കുണ്ട്. who have control over their choices and actions. Society should not restrict an individual's life or action, and these restrictions inhibit free will and the development of the personal potential. അപ്പോൾ അതുപോലെ സൊസൈറ്റി ഒരാളുടെയും ആക്ഷൻസിനെ ലൈഫിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദീസ് റെസ്ട്രിക്ഷൻ ഇൻഹിബിറ്റ് ഫ്രീ വിൽ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺസ് പൊട്ടൻഷ്യൽ. അങ്ങനെ അവർ തടഞ്ഞാൽ അത് ഒരാളുടെ പൊട്ടൻഷ്യലിനെ ബാധിക്കും. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ഇൻഡിവിജ്വലിൻ്റെ ഇന്നർ വേൾഡിനാണ് കുറച്ചുകൂടി, അതായത് ഏത് കഥാപാത്രങ്ങളാണോ അവരുടെ ആന്തരിക മനസ്സംഘർഷങ്ങളെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് rather than the socio-political context. സോ ഹോം കമ്മിങ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോർട്ട് ഫിക്ഷന് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് കണക്ട് ചെയ്താൽ മാത്രമുള്ളൂ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിക്ഷൻ നമുക്ക് മീനിങ് ഫുള്ളായിട്ട് തോന്നുള്ളൂ. So The Homecoming recounts the life-changing experience of a young Indian lieutenant during the Bangladesh Liberation War 1971. Prior to the war, Pakistan consists of West Pakistan and East Pakistan. They were separated from each other by more than 1,000 miles of Indian territory. The vast majority of East Pakistan was Bengalis. West Pakistan dominated the government, military and civil services. East Pakistan struggled for their rights and power. During the military rule of General Yahya Khan, an election was conducted in Pakistan, and it was Awami League, which was the dominant party of Eastern Pakistan, won in the election. The West Pakistani rulers did not allow them to come into the power. There were mass protests. They demanded independence. The war began when the people of East Pakistan rulers launched Operation Searchlight against the people of East Pakistan in 1971.
they want to wipe out Bengali nationalism from Pakistan, and thousands of people were killed during the war, and Pakistan attacked on the Indian territory, which made Indian to join with the Bangladeshis. On December 1971, the West Pakistanis surrendered to the joint forces of Bangladesh and India. So this is the background. So 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു ഇന്ത്യൻ ലെഫ്റ്റനൻ്റ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല അനുഭവങ്ങൾ, പല സംഭവങ്ങളാണ് ഹോം കമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ യുദ്ധത്തിന് മുമ്പ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്നീ രണ്ട് ഭാഗങ്ങളിലായിരുന്നു. അപ്പോൾ അവരുടെ ഇടയ്ക്ക് തന്നെ 1000 മൈലുകളിലധികം ഇന്ത്യൻ ടെറിട്ടറികൾ ഉണ്ടായിരുന്നു. അതിന് ഈസ്റ്റ് പാകിസ്ഥാനിൽ കൂടുതലും ബംഗാളികളാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭരണവും മിലിറ്ററിയും സിവിൽ സർവീസും വെസ്റ്റ് പാകിസ്ഥാൻ കൈയടക്കിയിരുന്നു. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിൽ അവർക്കത്ര എന്താ പറയുക, അധികാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ അവരുടെ അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി നിരന്തരമായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരുന്നു. അവർ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ജനറൽ യഹിയ ഖാൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാനിൽ ഒരു ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷനിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നയിച്ച അവാമി ലീഗിനായിരുന്നു ഭൂരിപക്ഷം. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലെ പ്രധാന പാർട്ടിയായിരുന്നു അവാമി ലീഗ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടി. അങ്ങനെ വന്നപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിലെ അധികാരികൾ അവാമി ലീഗിനെ അധികാരത്തിൽ വരുന്നതിൽ തടഞ്ഞു നിർത്തി. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരുപാട് വിപ്ലവം ഉണ്ടായി. ആന്തരികമായിട്ടുള്ള ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായി ഒരുപാട്. അങ്ങനെ വെസ്റ്റ് പാകിസ്ഥാനെതിരായി വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഇടയിൽ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടായി. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ മാർച്ച് 25, 1927 മാർച്ച് 25 വെസ്റ്റ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ അവിടുത്തെ ജനങ്ങൾക്കെതിരായി ഒരു അടിച്ചമർത്തൽ തുടങ്ങി. ആ ഒരു പേരിൽ അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ബംഗാളി നാഷണലിസം തുടച്ചു മാറ്റുക എന്നതായിരുന്നു ആ ഓപ്പറേഷൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ യുദ്ധം നടന്നു, ഒരുപാട് ആളുകൾ മരിച്ചു. ധാക്ക യൂണിവേഴ്സിറ്റിയിലെ കുറേ സ്റ്റുഡൻസിനെയും പ്രൊഫസർമാരെയും പാകിസ്ഥാനി പട്ടാളം വെടിവെച്ച് കൊന്നു. അങ്ങനെ ഒരുപാട് അത്രയും മനുഷ്യത്വമില്ലാത്ത പല കാര്യങ്ങളും ആ ഒരു യുദ്ധത്തിൽ നടന്നു എന്നുള്ള ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ ബംഗാളികൾ, ഈസ്റ്റിൽ ഞാൻ പറഞ്ഞു ബംഗാളീസാണ് അല്ലേ, അപ്പോൾ ഈസ്റ്റിലെ ബംഗാളികൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ അത് കാരണം പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ ടെറിട്ടറിയിലെ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യക്കാരും ബംഗ്ലാദേശിൻ്റെ കൂടെ ഒന്നി നിന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തു. അതിൽ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും മുമ്പിൽ, ആർമിക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്തത് ഇൻ 1971 16 ഡിസംബർ. സോ ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ഇതിൻ്റെ മുമ്പായിട്ട് കണക്ട് ചെയ്ത്, ഈ ഒരു സ്റ്റോറി വായിക്കുന്ന മുമ്പ് ഈ ഒരു കാര്യം കണക്ട് ചെയ്ത് വായിക്കണം. ഓക്കെ. സോ the protagonist of the story is not mentioned because, according to Joshi, the name doesn't matter. There is no name recognition for the friends, family, fiancé, sister, poet, and all. So we have no name for the protagonist, only lieutenant. It was his first war experience where he took the charge and faced the war and everything, and it makes him a little bit nervous and unhappy by seeing many people died. When he returned from the war, the cries, the horrors, everything still reminds him in his mind. It's just a relief for him to stay away, but the war reminds him of the terrible situation. Then he returns to the ordinary life. He feels alienated. He got a warm welcome from his family and his fiancée. They all welcomed him. They embraced, wept, and later they laughed. She said she was anxiously waiting for him to come. His fiancée talked of blackouts and the air raids and TV news. His mother speaks of anemia caused by dieting, from where he had come. For a long time he had not met a man, woman, or child who was not hungry. He worked in a relief station. He saw people leave up to 2 hours in advance to get their food. If they got such a meal, they were waiting for the next meal. So when he heard of dieting and anemia, he felt a little lost. He felt like an alienated and a foreigner, now back to the
ordinary or civilized life. But still, he was in a hangover from the war. Now he could see the terrible side of the war. Of course, he had seen the corpse carried for cremation. In his family, there had been no dubs. But now he saw hundreds of them. While he engaged in playing cards and playing golf, his mind was somewhere in the battlefield. He had a sister. She wore strange clothes, shiny chains and goggles, which means that she's a kind of fashionable lady. She took him to the party of young people. They are very good at talking. He find it so irritating. He'd sit calm and listen to their talking. And there were a poet who talked about war through his glorified words or his glorified lines. Lieutenant explained what happened in war. They did not believe him. He narrated experience. He remembered pushing a boat into the pitch black stream. 6 boys were there. They were ordered to demolish a bridge. He knew they would not come back. They would be killed before or after the bridge was demolished. The oldest among them was only 19 years old. One day he was awarded the Veer Chakra, and he remembered the demise of Subedar and his visit to Subedar's family. Sometimes he thought of leaving the army. On morning, there were parties, movies and dancing and flowers in the garden, but these scenes couldn't make a change in his mind. There was his mother insisting that he should marry immediately. Not know how to fit in ever. The lieutenant never going to fit into society. The traumatic condition of the war experience had already made him a different person. Arun Joshi never mentioned a name for the character as it will lighten the intensity of the story. This is the plot in simple. So we can move to the explanation, right? ഇവിടെ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഇന്ത്യൻ ലെഫ്റ്റനൻറ്റിൻ്റെ കഥയാണെന്നിൽ പറയുന്നത് ഹോം കമ്മിങ് എന്ന് പറഞ്ഞതിൽ. യുദ്ധത്തിലെ പല ഭയാനകമായ അനുഭവങ്ങൾ അയാൾ മാറ്റിമറിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് വീട്ടിൽ നിന്നും പണ്ട് കിട്ടിയിരുന്ന ആ ഒരു സുഖം, ആ ഒരു സന്തോഷമൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡാണ്. മരവിപ്പിക്കുന്ന പല ഓർമ്മകളും അയാൾക്കുണ്ട്. അതായത് അയാൾ യുദ്ധമാകുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നതും മുറിവേൽക്കുന്നതും കത്തി നശിക്കുന്നതും ഒരുപാട് അത്തരത്തിലുള്ള ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സോ നൗ ഹീസ് റിട്ടേണിങ് ടു ഹിസ് ഫാമിലി. അങ്ങനെ അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവി വധു അവിടെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി അയാളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർ ഇയാളെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ആദ്യം കരയും, പിന്നീട് ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വൈഫ് ചോദിക്കും, യുദ്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കും. യുദ്ധം വളരെ ഹാർഡായിരുന്നു, കുറച്ച് കട്ടിയുള്ളതായിരുന്നോ എന്നൊക്കെ അദ്ദേഹത്തെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇയാൾ പറഞ്ഞു ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് മരിച്ചു, അങ്ങനെ മരിക്കാൻ പാടില്ലായിരുന്നു, അത് അയാളെ ഭയങ്കര സങ്കടപ്പെടുത്തി എന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ ഇവർ പറയുന്നു ഇയാളെ വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ടി വിയിൽ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു യുദ്ധത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുപോലെ പറയുന്നുണ്ട് അവൾ ഡയറ്റ് ചെയ്യണം, കാരണം വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് തടിച്ചു, ഇനിയിപ്പോൾ ഡയറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റനൻ്റ് അമ്മ പറയുന്നുണ്ട് ഡയറ്റ് ചെയ്താൽ അനീമിയ വരും, അത് പിന്നെ ഗർഭകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ അയാളൊരു കാര്യം ചിന്തിക്കുകയാണ്. അയാൾ നിന്ന സ്ഥലത്ത് ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു കുട്ടിയോ വിശപ്പില്ലാതെ അയാൾ കണ്ടിട്ടില്ല. എല്ലാവർക്കും വിശപ്പുണ്ടാവും, പക്ഷേ പലപ്പോഴും വിശക്കുന്നത് വ്യത്യസ്തതയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾക്കൊരു റിലീഫ് സ്റ്റേഷനിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങൾ എന്ത് ചെയ്യും, ലൈനിൽ നിൽക്കും. അവരവരുടെ വീതം കഴിയുമ്പോൾ അവരത് കഴിക്കും. പിന്നീട് അടുത്ത ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രായമായ ആളുകൾക്ക് ഭക്ഷണത്തോട് അത്രത്തോളം ഇഷ്ടം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കിട്ടിയ കഴിക്കും, ഇല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ചുറ്റുപാടിൽ നിന്ന് വന്ന അയാൾക്ക് തൻ്റെ ഭാവി വധു ഇങ്ങനെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഒരു ഐഡിയയും കിട്ടിയില്ല. കാരണം ഒരു ദിവസം കുറച്ച് ദിവസം ഭക്ഷണം കുറച്ചൊന്ന് വെച്ചിട്ട് അനീമിയ വരുമോ, അതൊന്നും അയാൾക്ക് അതിനേക്കാൾ വലിയ ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് അദ്ദേഹം വരുന്നത്. സോ അദ്ദേഹത്തിന് ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളായിട്ട് തോന്നിയില്ല. അങ്ങനെ ലെഫ്റ്റനൻറ്റ് തിരിച്ച് നാട്ടിലെത്തിയതോടെ അമ്മ എന്ത് ചെയ്തു, കല്യാണം നടത്തണം, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞ അമ്മ ആശങ്കപ്പെടാൻ തുടങ്ങി.
അപ്പോൾ യുദ്ധത്തിന് മുമ്പ് നമ്മുടെ ലെഫ്റ്റനൻറ്റിന് നേരത്തെ കല്യാണം കഴിക്കണം, എത്രയോ ദൂരം സെറ്റിൽ ആവണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അതല്ല ചിന്ത. അപ്പോൾ യുദ്ധത്തിൽ അവൻ 10 പേരെ കൊന്നു, അതുപോലെ അവൻ നയിച്ച മറ്റു യുദ്ധങ്ങളിൽ വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് ശവങ്ങൾ കരിഞ്ഞതും കീറിയതും വെട്ടിമുറിഞ്ഞതൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഇൻസിഡൻസാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ എല്ലായിടത്തും മനുഷ്യ ശരീരങ്ങൾ അവന് കാണുന്ന ഒരു ഇതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഒരിക്കലും അവർ ഒരു ആൺകുട്ടികളുടെ അസ്ഥികൂടങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിക്കുക ഒരു ഹോക്കി ഫീൽഡ് അവൻ കണ്ടു. അപ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ശവങ്ങൾ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു അത്യാവശ്യം നല്ല വെൽ ഒക്കുപൈഡ് ആയിട്ടൊരു ഫാമിലിയിൽ അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് ഇതുവരെ ആരും മരിച്ചതായിട്ടോ അവരുടെ ശരീരം അടക്കുന്നതായിട്ടൊന്നും ഇയാൾ കണ്ടിട്ടില്ല. അത്തരത്തിലൊരാളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, യുദ്ധങ്ങളിൽ ഒരുപാട് മോശപ്പെട്ട ചിത്രങ്ങൾ കാണുന്ന, ഒരുപാട് വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ കാണുന്നതെല്ലാം ഇദ്ദേഹമാണ്. അങ്ങനെ അവനെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നു, ജീവിതത്തെപ്പറ്റി ആലോചിക്കുന്നു, ആരാണ് ഈ ലോകം നയിക്കുന്നത്, അത്തരത്തിലുള്ള ചിന്തയൊക്കെ വരുമ്പോഴാണ് നമ്മളെ പറഞ്ഞ ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ്, നമ്മുടെ എക്സ്റ്റെൻഷ്യലിസം എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് വരുന്നത്. എന്തിനാണ് ലോകം, ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണ്. ഓക്കെ, അപ്പോൾ ലോകം ഒരു ശൂന്യമായ പോലെയൊക്കെ തോന്നുന്നു. അതൊക്കെയാണ് ആ ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻറ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ചിന്ത നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ മൈൻഡിലും വരികയാണ്. ആരാണ് ഈ ലോകം നയിക്കുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് അദ്ദേഹം കാർഡ്സ് കളിക്കുമ്പോഴും ഗോൾഫ് കളിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു യുദ്ധക്കളത്തിലെ പല ചിന്തകളാണ് അയാളുടെ മനസ്സിലുള്ളത്. അല്ലാതെ അയാൾ ഈ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് അല്ല. അയാൾക്ക് അയാളുടെ മനസ്സിലുള്ളത് മറ്റുള്ള ആളുകളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്കൊരു ബ്രദറൊന്നുമില്ലായിരുന്നു ഇങ്ങനെയൊരു ഇത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇതൊന്നും കേൾക്കാനുള്ളൊരു സാവകാശം ഇല്ല. പിന്നെ പറയുന്നത് അവരുടെ സിസ്റ്ററെ കുറിച്ചാണ്. സിസ്റ്റർ ഇപ്പോൾ ഭയങ്കര ഫാഷനബിളായി, പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരുപാട് മാറി. അവൾ ഭയങ്കര മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിക്കുകയും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഗോഗിൾസ് വെച്ചിട്ട് അവർ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം സിസ്റ്റർ ഇവനെ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ പാർട്ടിയിൽ യങ്സ്റ്റേഴ്സിൻ്റെ പാർട്ടി ആയിരുന്നു. പലതരത്തിലുള്ള ഫാഷനബിളായിട്ടുള്ള പല ആളുകളെയും അദ്ദേഹം കാണുന്നു. അങ്ങനെ അവരുടെ സംസാരം കേട്ടപ്പോൾ ഇവന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുകയാണ്. അതുപോലെ അവിടെ ഒരാളുണ്ട്, അയാൾ സംസാരിക്കുന്ന ഒരു പോയിറ്റ്, അവൻ്റെ സഹപാഠി തന്നെയാണ്, വളരെ മൂടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള. അവന് കവിയാണെന്ന് പറഞ്ഞിട്ട് അവന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ യുദ്ധത്തിനെ കുറിച്ചുള്ള അവന് ക്ലിയർഡ് ആയിട്ടുള്ള ഒരു ഇമേജസ് ഒന്നുമില്ല. അവനിങ്ങനെ എന്തൊക്കെയോ അവൻ്റെ ഒരു ഐഡിയാസ് പോലെയൊക്കെ തന്നെ പറയുന്നു. അന്നേരം നമ്മളുടെ ലെഫ്റ്റനൻറ്റ് അറിയാം എന്താണ് ശരിക്കും യുദ്ധത്തിൽ നടക്കുന്നത്. ലെഫ്റ്റനൻറ്റ് പറയണമെന്നുണ്ട്, പക്ഷേ അവൻ പറഞ്ഞപ്പോൾ പലരും അവനെ അംഗീകരിച്ചില്ല. അങ്ങനെ യുദ്ധത്തിലെ ഒരു കാര്യം അവൻ പറയാണ്. യുദ്ധത്തിൻ്റെ കാര്യം വളരെ വ്യത്യസ്തമാണ്. അവൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരു രാത്രിയിൽ ഇരുട്ടിൽ ഒരു ബോട്ടിൽ അവൻ ഒരു ബോട്ട് നദിയിലേക്ക് തള്ളിവിടണം. അത് 6 പട്ടാളക്കാർ ആ ബോട്ടിലുണ്ടായിരുന്നു. അതിൽ ഒരു പാലം തകർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിടുന്നത്. അവർ തിരിച്ചു വരില്ല എന്ന് അവർക്ക് അറിയാവുന്ന പോകുന്ന അവർക്കും അറിയായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് 19 വയസ്സായ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് ആ ഒരു 19 വയസ്സുള്ള അവനും അറിയാമെന്നുള്ളതാണ് നമ്മുടെ ലെഫ്റ്റനൻറ്റ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവന് വീർചക്ര അവാർഡ് സമ്മാനിക്കുകയാണ്. അവനെ നയിച്ച പട സക്സസ്ഫുൾ ആയതുകൊണ്ടൊക്കെ അവന് ഒരു അവാർഡ് കൊടുക്കുകയാണ്. പിന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, സുബേദർ എന്നുള്ള ആളെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനായ അയാളുടെ വീട്ടിലേക്ക് പോയതും അയാളെ മരണശേഷം അയാളുടെ വീട് വിസിറ്റ് ചെയ്തൊക്കെ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തെ കുടുംബത്തെ കാണാൻ പോയ സമയത്ത് ഒരു ചെറിയൊരു വീട്, ചെളി കൊണ്ട് നിർമ്മിച്ചൊരു ചെറിയ കുടിലായിരുന്നു. സുബേദൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു. അതുപോലെ തന്നെ 2 ചെറിയ മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ പറയുന്നുണ്ട്, ഭാര്യ വളരെ ചെറുപ്രായത്തിലാണ്, വളരെ ചെറുപ്പക്കാരിയാണ്, 20 വയസ്സുള്ള ഒരു വിധവ. ഇനി എന്താണ് ചെയ്യുകയെന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ലെഫ്റ്റനൻറ്റ് ചിന്തിക്കുകയാണ്. അങ്ങനെ ഓരോന്നും ചിന്തിച്ച് അവൻ്റെ ചിന്തകളിങ്ങനെ കാട് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ അവന് തോന്നുകയാണ് യുദ്ധത്തിൽ, അതായത് ആർമിയിലൊന്നും ചേരണ്ടായിരുന്നൊക്കെ അവന് ചിന്തിച്ച് പോവുകയാണ്. അപ്പോൾ ടോട്ടലി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നേരം വെളുത്തപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അവിടെ പാർട്ടികൾ, സിനിമകൾ, ഡാൻസുകൾ, ഗാർഡിൽ നിറച്ച പൂക്കൾ. അതായത് ഇവൻ്റെ സഹോദരി ഒരു കാറ് വാങ്ങി. അവിടെ ഭയങ്കരമായിട്ട് ആഘോഷം നടക്കുകയാണ്, പല പാട്ടുകളായിട്ടും ഡാൻസസ് ആയിട്ടും എല്ലാം. അതുപോലെ അവൻ്റെ എന്താ പറയുക, പിതാവ്, അതായത് ഫാദറും ഭയങ്കര എൻഗേജ്ഡ് ആണ്.
അപ്പോൾ ഇവനിതെല്ലാം ആലോചിക്കുമ്പോൾ ഇതിലൊന്നും അത്ര നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോഴും മനസ്സിലൊരു വാം ഫീലിംഗ് ഇല്ല. അപ്പോഴും അവൻ ടെൻസ്ഡാണ്. പല കാര്യങ്ങളും യുദ്ധത്തെക്കുറിച്ചും അവന് മനസ്സിലാവുന്നില്ല, എന്താണ് ഈ ലോകം എന്നുള്ള അവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് പോകുന്നതെന്ന് അവന് യോജിക്കാൻ പറ്റുന്നില്ല. അവനൊരിക്കലും അറിയില്ല എങ്ങനെയാണ് ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ടോട്ടലി ഹി ഫീൽസ് ഒരു ഔട്ട്സൈഡറോ ഒരു ഫോറിനറായിട്ട് അദ്ദേഹത്തെ തോന്നുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം ഒരു ഫോറിനറാണ്, അതുപോലെ ഒരു ഔട്ട്സൈഡറായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും മറ്റുള്ള സൊസൈറ്റിയുമായിട്ടും അദ്ദേഹത്തിന് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അവരുടെ പല ലൈഫ് സ്റ്റൈൽസും അതുപോലെ തന്നെ അദ്ദേഹം ഇതുവരെ ഈ യുദ്ധത്തിൽ കണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് മാച്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം ആർമി ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു പഴയ ലൈഫിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. സോ ദിസ് ഈസ് എ പ്ലോട്ട് ഇൻ സിമ്പിൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Hope you got what I mean, and do subscribe to my channel if my video helped you to clear your doubts, and we will meet with another video. Keep lovely treats. Take care. Bye.